കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഡൽഹി ആകെ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഡൽഹിയിലെ 7 സീറ്റും BJP നേടി. അവസാന നിമിഷം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെ BJP സർക്കാർ ആം ആദ്മി പാർട്ടിക്കെതിരെ നടത്തിയ നീക്കങ്ങളെല്ലാം ഒരു സഹതാപ തരംഗത്തിലേക്ക് വഴിവെക്കുമെന്നും അതിനൊപ്പം ഇത്രയും നാളുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്കിനൊപ്പം കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടിയാകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കാനാകുമെന്നും അതുവഴി BJPക്ക് അതൊരു വലിയ തിരിച്ചടിയാകുമെന്നും പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. കഴിഞ്ഞ ദിവസം വന്ന തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ കാണുന്നത് BJPയുടെ വോട്ട് ശതമാനത്തിൽ പോലും വളരെ നേരിയ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ മാത്രമേ സഖ്യത്തിന് കഴിഞ്ഞുള്ളൂ. 56% വോട്ട് വിഹിതം 54% കുറയ്ക്കാൻ സാധിച്ചു. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ കണക്ക് പരിശോധിച്ചാൽ ആം ആദ്മി പാർട്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 18% മാത്രം വോട്ട് വിഹിതമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 24 എത്തിക്കാൻ അവർക്ക് സാധിച്ചു. കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം കുറയുകയാണ് ചെയ്തത്. 22% ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് ശതമാനം 19% കുറയുകയാണ് ചെയ്തത്. ഇതിന്റെ ഏറ്റവും വലിയ വിലയിരുത്തലുകളായി അല്ലെങ്കിൽ ഒരു നിരീക്ഷണമായി ആളുകൾ പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം, നേതാക്കൾ തമ്മിൽ കൃത്യമായ ഒരു ധാരണയുണ്ടായി, സഖ്യത്തിന് ഒരു ധാരണയുണ്ടായെങ്കിലും ഇത് സാധാരണക്കാരിലേക്ക്, വോട്ടർമാരിലേക്ക് ഇത്തവണ കൈപ്പത്തി ചിഹ്നവും ചൂൽ ചിഹ്നവും അത് ഈ മറ്റ് തെരഞ്ഞെടുപ്പുകളെല്ലാം അവർ വോട്ട് ചെയ്ത ആ ചിഹ്നങ്ങളെല്ലാം മാറി ഇത്തവണ ഒരുമിച്ചാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നത് എന്ന കാര്യം കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാൻ, ആ തരത്തിൽ വോട്ടർമാരെ ബോധവാന്മാരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വിമർശനമായി അല്ലെങ്കിൽ പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പലയിടങ്ങളിലും ആം ആദ്മി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു വിമുഖത ഉണ്ടായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങി വോട്ട് ചോദിക്കാനും മറ്റും. പ്രത്യേകിച്ചും കനയ്യകുമാർ അടക്കം മത്സരിച്ച പല മണ്ഡലങ്ങളിലേക്കും അതത് മണ്ഡലങ്ങളിലെ ആം ആദ്മി പാർട്ടി നേതാക്കൾ അവിടെ വോട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിക്കൊപ്പം പോകാൻ തയ്യാറാകാതെ പുറത്തൊരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കൊപ്പം പോകാനാണ് അവർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് എന്ന തരത്തിലുള്ള ഒരു പരാതി അല്ലെങ്കിൽ അത്തരമുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്. അത്തരത്തിലുള്ള ഒരു ഏകീകരണമില്ല, ഒരു ഐക്യമില്ലായ്മ പ്രവർത്തകർക്കിടയിലും ഈ രണ്ട് പാർട്ടിയുടെ നേതാക്കൾക്കിടയിലും പ്രാദേശിക നേതാക്കൾക്കിടയിലും ഉണ്ടായതാണ് ഒരു വലിയ വീഴ്ചയായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്നതാണ്, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു അഴിമതി ആരോപണം കൂടി വന്നതാണ്. ആം ആദ്മി പാർട്ടിയുടെ വലിയ രീതിയിലുള്ള വിജയമായിരുന്നു നിയമസഭയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർക്ക് നേരെ ഉയർന്ന വലിയ രീതിയിലുള്ള ഒരു അഴിമതി ആരോപണമായിരുന്നു ഇവിടുത്തെ മദ്യനയ അഴിമതി കേസ്. ആ തരത്തിൽ ഒരു അഴിമതിയുടെ ഒരു കറപുരണ്ട സർക്കാർ എന്ന രീതിയിലുള്ള പ്രതിച്ഛായയിൽ വന്ന ഒരു മങ്ങൽ കൂടി ആകാം വോട്ടുകളുടെ എണ്ണം കുറഞ്ഞതും അതുപോലെ തന്നെ ഈ സഖ്യത്തിനെ പിന്തുണയ്ക്കാനുള്ള ഒരു വിമുഖത ആളുകൾ കാണിച്ചതും. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ശതമാനം കൂടിയത് കൊണ്ട് തന്നെ, വോട്ട് ശതമാനം കൂട്ടാൻ അവർക്ക് സാധിച്ചത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ അവരെ ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത് ആളുകൾക്ക് ഈ സഖ്യത്തെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഈ ഐക്യം പ്രവർത്തകർക്കിടയിലേക്ക് കൊണ്ടുവരാൻ മുതിർന്ന നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വളരെ മുമ്പ് തന്നെ ഒരു പക്ഷേ ഈ സഖ്യം ഇത്തരത്തിൽ ഒന്ന് ചർച്ച ചെയ്യുകയും ആ തരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുകയുമായിരുന്നുവെങ്കിൽ ഇത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിയേനെ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ഡൽഹിയിലെ ഈ ഒരു ചിത്രം മറ്റൊന്നായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ അത് വലിയ മാറ്റം വരുത്തിയേനെ. എപ്പോഴും ഡൽഹി ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുന്ന പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. എങ്കിൽ പോലും ഇത്തവണ വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സാധ്യത പരമാവധി ഉപയോഗിക്കാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.